ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു സ്വലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫദ്ലിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ച് പറയുന്ന ബാബ, അതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ചും. അൽ ഫസ്ലുൽ അവ്വലു, ഒന്നാമത്തെ ഫസ്ല്, അൻ അബ്ദിർ റഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു, ഒരു സ്വഹാബിയാണ്. ഖാല, അവർ പറഞ്ഞു, ലഖിയനി, എന്നെ കണ്ടുമുട്ടി, കഅബ് ഇബ്നു ഉജറത റളിയല്ലാഹു അൻഹു എന്നവർ എന്നെ കണ്ടുമുട്ടി. ആരാ? അബ്ദുറഹ്മാൻ എന്നവർ. ഫഖാല, ആര് പറഞ്ഞു? കഅബ് ഇബ്നു ഉജറ എന്നവർ പറഞ്ഞു, അലാ ഉഹ്ദി, ഞാൻ ഹദിയ നൽകട്ടെ, ലക, നിങ്ങൾക്ക്, ഹദിയത്തൻ, ഒരു ഹദിയയെ, സമിഅ്തു, ഞാൻ കേട്ടു, ആ ഹദിയയെ, ഞാനൊരു ഹദിയനെ കേട്ടിന്. അപ്പോൾ ഇത് കൊടുക്കണ ഹദിയല്ല, സാധനമൊന്നുമല്ല, ഒരു പറഞ്ഞു കൊടുക്കണ ഹദിയാണ്, അതൊരു ഹദീസാണ്, കേട്ടതാണ്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, സമയത്തു, ആ ഹദിയനെ ഞാൻ കേട്ടു, മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ബല, അതെ. എന്നാൽ ഞാൻ പറഞ്ഞാൽ ആര്? അബ്ദുറഹ്മാൻ എന്നവർ, അബ്ദുറഹ്മാൻ അബീ ലൈല എന്നവർ പറഞ്ഞു, ബല, അതെ, ആ ഹദിയയെ നൽക്, ലി, എനിക്ക്. ഫഖാല, കഅബ് ഇബ്നു ഉജറ എന്നവർ പറഞ്ഞു, സഅൽന, നാം ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഫഖുൽന, നമ്മൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ സ്വലാത്തു അലൈക്കും, നിങ്ങളുടെ മേലിൽ എങ്ങനെയാണ് സലാത്ത് ചൊല്ല? അഹ്ലുൽ ബൈത്തി, ഞാൻ നിങ്ങളെ അഹ്ലു ബൈത്തിനെ പ്രത്യേകമാക്കുന്നു, അഹ്ലു ബൈത്തിൻ്റെ മേലിൽ എങ്ങനെയാണ് സലാത്ത് ചൊല്ല എന്നതിനെ ഞാൻ പ്രത്യേകമാക്കുന്നു. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലംന, തീർച്ചയായും നമ്മെ പഠിപ്പിച്ചു, കൈഫ നുസല്ലിമു അലൈക, അങ്ങയുടെ മേൽ എങ്ങനെയാണ് സലാമു ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അല്ലേ, നിസ്കാരത്തിലൊക്കെ ചൊല്ലല്ലേ, അത് പഠിപ്പിച്ചു. ഞങ്ങൾ സലാത്ത് ചൊല്ലേണ്ട എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലൂ, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്നാണ് പറഞ്ഞത്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്, അതുവരെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് പല റിവായത്തിലും പല രീതിയിലാണ്. ഈ റിവായത്തിൽ ഇങ്ങനെ വന്നത്, അല്ല, നിസ്കാരത്തിൽ ഇങ്ങനെയല്ല ചെല്ലല്ലേ, വ്യത്യാസമുണ്ട്. മുത്തഫഖുൻ അലൈഹി പറഞ്ഞാൽ ബുഖാരി ഇമാമും മുസ്ലിം എന്നവരും രണ്ടാം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇല്ലാ അന്ന മുസ്ലിം എന്നവർ ഒഴികെ, ലം യദ്കുർ, അവർ പറഞ്ഞിട്ടില്ല, അലാ ഇബ്രാഹിം എന്നതിനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഹദീസിനെ എന്തായിട്ടില്ല, മൂപ്പര് ഉദ്ധരിച്ചപ്പോൾ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടില്ല. ഫിൽ മൗദിഅൈനി, രണ്ട് സ്ഥലത്തും ആ ഭാഗം മൂപ്പരയിൽ എന്തായിട്ടുണ്ട്, ഒഴിവായിട്ടുണ്ട്. അങ്ങനെയാണ് മൂപ്പർ റിവായത്ത് ചെയ്തത്. അടുത്ത ഹദീസ്, വഅൻ അബീ ഹുമൈദിൻ അസ്സാഇദിയ്യ റളിയല്ലാഹു അൻഹു ഖാൽ, അവർ പറഞ്ഞു, ഖാലു, സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ നുസല്ലി അലൈക, അങ്ങയുടെ മേലിൽ ഞങ്ങളെങ്ങനെ സ്വലാത്ത് ചൊല്ല? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വ അസ്വാജിഹി വ ദുർരിയ്യതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് മുത്തഫഖുൻ അലൈഹി. ആദ്യത്തെ ഹദീസ് ഇതും വ്യത്യാസമുണ്ടല്ലോ. അല്ലാഹുവേ, സ്വല്ലി, നീ റഹ്മത്ത് ചെയ്യ്, അലാ മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ, വ അസ്വാജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ മേലിലും, വ ദുർരിയ്യതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താനങ്ങളുടെ മേലിലും,
റഹ്മത്ത് ചെയ്യണേ. കമാ സ്വല്ലൈത, നീ റഹ്മത്ത് ചെയ്തതുപോലെ അല ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആലിൻ്റെ മേലിൽ. വബാരിക്, ബറക്കത്ത് നൽകുക. ബറക്കത്ത് പറഞ്ഞാൽ കസീറായ ഖൈർ, അപ്പോൾ ഖൈർ കൂടുതലാക്കി കൊടുക്കുക. അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്വാജിഹി വ ദുർരിയതിഹി, അവരുടെ മേലിലൊക്കെ. കമാ ബാറക്ത, നീ ബറക്കത്ത് ചെയ്തതുപോലെ അല ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആലിൻ്റെ മേലിൽ ബറക്കത്ത് ചെയ്തതുപോലെ. ഇന്നക, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹമീദുൻ, സ്തുതിക്കപ്പെടുന്നവനാണ്, മജീദുൻ, മഹത്വമുള്ളവനാണ്, ഔദാര്യമതിയായവനാണ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വല്ല, വല്ലവർത്തനും സ്വലാത്ത് ചൊല്ലിയാൽ, അലയ്യ, എൻ്റെ മേൽ, വാഹിദത്തൻ, ഒരു സ്വലാത്തിന്, സ്വലാത്തൻ വാഹിദത്തൻ ഉണ്ടാവും, ഒറ്റ സ്വലാത്തിനെ ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു, അള്ളാഹു റഹ്മത്ത് ചെയ്യും, അള്ളാഹു സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് ചെയ്യും, അലൈഹി, അവൻ്റെ മേൽ, ആശിറൻ, 10 സ്വലാത്തിന്, 10 റഹ്മത്ത് ചെയ്യും. അഥവാ ഇരട്ടിയായി കൂലി കിട്ടും, 10 ഇരട്ടി കിട്ടുമെന്ന്. റവാഹു മുസ്ലിം, ഇതിനെ മുസ്ലിം എന്നവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൽ ഫസ്ലു സാനി, രണ്ടാമത്തെ ഫസ്ല്. അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാൽ, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്. അന്നഹു ഖാൽ ഖാല റസൂൽ, അങ്ങനെ ഉണ്ടാവുക. മൻ സ്വല്ല അലയ്യ, വല്ലവർത്തനും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, സ്വലാത്തൻ വാഹിദത്തൻ, ഒരു സ്വലാത്തിന് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി, അവൻ്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വലാത്ത് ചൊല്ലും, 10 സ്വലവാത്തിൻ, 10 സ്വലാത്ത് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. വഹുത്തത അൻഹു, അവനെ തൊട്ട് മായ്ക്കപ്പെടും, 10 ഖതിആത്തിൻ, 10 പാപങ്ങളെ. റുഫിഅത് ലഹു, അവനിക്ക് ഉയർത്തപ്പെടും, 10 ദറജാത്തിൻ, ദറജകളാൽ 10 ദറജകളെ ഉയർത്തപ്പെടും. റവാഹുൻ നസാഇയു, ഈ ഹദീസിനെ നസാഇ എന്നവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഅൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലൻ നാസി ബി, എന്നോട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അടുപ്പമുള്ളത്, യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, അക്സറുഹും, അവരുടെ കൂട്ടത്തിൽ നിന്നും കൂടുതലാക്കുന്നവരാണ്, അലയ്യ, എൻ്റെ മേൽ, സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നോട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഷഫാഅത്ത് ചെയ്യൽ കൊണ്ട് ഏറ്റവും അടുപ്പമുള്ളത് സ്വലാത്ത് നല്ലോണം ചെല്ലുന്ന ആൾക്കാരാണ്. വഅൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് തന്നെ റിവായത്ത്. ഖാല, അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി മലായികത്തുൻ സയ്യാഹീന, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട്, മലായികത്തുൻ, ചില മലക്കുകളുണ്ട്, സയ്യാഹീന, സഞ്ചരിക്കുന്നവരായ മലക്കുകളുണ്ട്, ഫിൽ അർദി, ഭൂമിയിൽ, യുബല്ലിഗൂനി, അവർ എനിക്ക് എത്തിക്കും, മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും, അസ്സലാമ, സലാമിനെ എത്തിക്കും. ആരൊക്കെ സലാം ചൊല്ലുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അവർ എന്നിലേക്ക് എന്താക്കും, എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു അൻ-നസാഇ, നസാഇ എന്നവരും, വദ്ദാരിമിയു, ദാരിമി എന്നവരും. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അഹദിൻ, ഒരാളുമില്ല, യുസല്ലിമു, ആ ഒരാൾ സലാം ചൊല്ലും, അലയ്യ, എൻ്റെ മേൽ, അവ സലാം ചൊല്ലുന്ന ഒരുത്തനുമില്ല, ഇല്ലാ റദ്ദല്ലാഹു, അല്ലാഹു തആല മടക്കിക്കൊടുത്തിട്ടല്ലാതെ, അലയ്യ, എൻ്റെ മേൽ, റൂഹി, എൻ്റെ റൂഹിനെ, ഹത്താ അറുദ്ദ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേലിൽ ഞാൻ മടക്കുന്നത് വരെ, അസ്സലാമ, സലാമിനെ. സലാം ചൊല്ലുമ്പോൾ ആ സലാമിനെ മടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തൻ്റെ റൂഹിനെ മടക്കി അയക്കും. എന്നിട്ട് സലാം മടക്കും, പിന്നെ റൂഹ് തിരിച്ചു പോകും എന്നാണ് പറയുന്നത്. റൂഹ് പൂർണ്ണമായും തിരിച്ചു വരും എന്നല്ല, അതിന് ആവശ്യമായ ഖദർ. ഹയാത്തിൻ്റെ റൂഹാണല്ലോ പോവുക, മരിച്ചാൽ ശുറൂഇൻ്റെ റൂഹ് ഉണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് ശുറൂഇൻ്റെ റൂഹ് പോകും, ഹയാത്തിൻ്റെ റൂഹ് ഉണ്ടാവും. റൂഹെന്നുള്ളൂ, അതിൻ്റെ റേഞ്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു അബൂ ദാവൂദ് എന്നവർ, വൽ ബൈഹഖിയു, ബൈഹഖി എന്നവരും, ഫി ദഅവാത്തുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്.
വഅൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ഖാല അവർ പറഞ്ഞു സമിഅതു ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടു യഖൂലു അവർ പറയുന്നതായിട്ട് കേട്ടു ലാ തജഅലു ബുയൂതക്കും നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കരുത് ഖുബൂറൻ ഖബറുകളാക്കരുത് വലാ തജഅലു നിങ്ങളാക്കരുത് ഖബരി എൻ്റെ ഖബറിനെ ആക്കരുത് ഈദൻ പെരുന്നാൾ പോലെ ആക്കരുത്. പെരുന്നാൾ എപ്പോഴേലൊക്കെ ഉണ്ടാവുള്ളൂ. ആദ്യം പറഞ്ഞത് ഖബറാക്കരുത് എന്ന് പറഞ്ഞത് പുരയിൽ ഖബർ വെക്കാൻ പാടില്ല എന്നല്ല, സ്വലാത്തും ദിക്റൊന്നും ഇല്ലാതെ വീട് ഖബർ പോലെ ആക്കരുത് എന്നാണ്. ഈദാക്കരുത് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പോലെ എപ്പോഴേലൊക്കെ സിയാറത്ത് ചെയ്യരുത്, ഇടയ്ക്കൊക്കെ ചെയ്യണമെന്ന്. വസല്ലു നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക അലയ്യ എൻ്റെ മേൽ, ഫ ഇന്ന സ്വലാത്തക്കും നിങ്ങളുടെ സ്വലാത്ത് തബ്ലുഗ്നി അത് എനിക്ക് എത്തും, ഹൈസ് കുന്തും നിങ്ങൾ എവിടെയാണെങ്കിലും ഏതൊരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയതാണെങ്കിലും അത് എനിക്ക് എത്തും. റവാഹുൻ നസാഇയു ഈ ഹദീസിനെ നസാഇ എന്നിവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഅൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ഖാല അവർ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റഗിമ അംഫു റജുലിൻ ഒരു റജുലിൻ്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്, സാധാരണ അങ്ങനെ പറയൽ അറബികളുടെ ഇടയിൽ. അഥവാ നിന്ദിക്കപ്പെടട്ടെ എന്നാണ് അവിടെ അർത്ഥം. ദുഃഖിർത്തു ഞാൻ പറയപ്പെട്ടു, ഇൻദഹു ആ റജുലിൻ്റെ അടുക്കൽ, ഫലം യുസല്ലി ആ റജുൽ സ്വലാത്തു ചൊല്ലിയില്ല, അലയ്യ എൻ്റെ മേൽ. അങ്ങനത്തെ ഒരു റജുല് നിന്ദിക്കപ്പെടട്ടെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ഒരുത്തന്. വറഗിമ അംഫു റജുലിൻ ഒരു റജുല് നിന്ദിക്കപ്പെടട്ടെ, ദഖല അലൈഹി അവൻ്റെ മേലിൽ കടന്നു വന്നു റമളാന് മാസം, സുമ്മൻ സലഖ പിന്നെ ആ മാസം കടന്നുപോയി, അൻ യുഗ്ഫറ ലഹു അവനിക്ക് ദോഷം പൊറുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ആ റമളാന് വേർപിരിഞ്ഞു പോയി. അഥവാ ആ റമളാനിൽ അവൻ തൗബ ചെയ്തിട്ടില്ല. പിന്നെ വറഹിമ അംഫു റജുലിൻ ഒരു റജുലിൻക്ക് നിന്ദ്യതയുണ്ടാകട്ടെ, അദറക ഇൻദഹു അവൻ്റെ അടുക്കൽ എത്തിച്ചു, അബാഹു അവൻ്റെ മാതാപിതാക്കളെ എത്തിച്ചു. രണ്ട് വാപ്പ പറഞ്ഞാൽ മാതാപിതാക്കൾ, ഷംസൈനി എന്ന് പറയുമല്ലോ സൂര്യനും ചന്ദ്രനിക്കും, അതുപോലെ അൽ കിബറ വയസ്സായ രണ്ട് മാതാപിതാക്കൾ, ഔ അഹദുഹുമ അല്ലെങ്കിൽ അവർ രണ്ടുപേരിൽ നിന്നും ഒരാളെ എത്തിച്ചു, ഉമ്മയോ വാപ്പയോ മറ്റും. ഫലം യുദ്ഖിലാഹു അവർ രണ്ടുപേരും അവനെ കടത്തിയില്ല, അൽ ജന്നത സ്വർഗത്തിൽ കടത്തിയിട്ടില്ല. മാതാപിതാക്കൾ ഈ റജുലിനെ സ്വർഗത്തിൽ കടത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരുത്തിന് നിന്ദിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വയസ്സാകുമ്പം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ശുശ്രൂഷ നടത്തി പരിചരിച്ച് അവരുടെ റിള കരസ്ഥമാക്കിയാൽ അതിലൂടെ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. അപ്പോൾ അവർ സ്വർഗം തരുന്നത് പോലെയാണല്ലോ. അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ പരിചരിച്ചില്ലെങ്കിൽ അങ്ങനത്തെ ഒരുത്തൻ നിന്ദിക്കപ്പെടട്ടെ എന്നാണ് പറയുന്നത്. റവാഹു ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു തുർമുദി എന്നവർ. വഅൻ അബീ തുൽഹത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഅ വന്നു ദാത യൗമിൻ ഒരു ദിവസം, വൽ ബിഷുറു സന്തോഷമാകുന്നത് ഫി വജിഹിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിലുണ്ട്. അപ്പോൾ മുഖത്ത് സന്തോഷം പ്രകടമാകുന്നുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു നിശ്ചയം കാര്യം ജാഅനി എന്നിലേക്ക് വന്നു ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന റബ്ബക നിശ്ചയം അങ്ങയുടെ റബ്ബ് യഖൂലു പറയുന്നു, അമാ യുർദീക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ അങ്ങ് തൃപ്തിപ്പെടുമോ, അല്ലാ യുസല്ലി അലൈക അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാതിരിക്കലിന് അഹദുൻ ഒരാളും മിൻ ഉമ്മത്തിക അങ്ങയുടെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും ഇല്ലാ സ്വല്ലൈതു ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ റഹ്മത്ത് ചെയ്തിട്ടല്ലാതെ അലൈഹി അവൻ്റെ മേലിൽ അശ്റൻ 10 റഹ്മത്ത് ചെയ്തിട്ടല്ലാതെ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാതിരിക്കലിനെ അങ്ങ് തൃപ്തിപ്പെടുമോ?
വലായു സല്ലിമ അലൈക്ക് അങ്ങയുടെ മേൽ സലാം ചൊല്ലാതിരിക്കലിനെയും തൃപ്തിപ്പെടുമോ അഹദുൻ ഒരാളും മിൻ ഉമ്മത്തിക്ക അങ്ങയുടെ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും ഇല്ലാ സല്ലം തു അലൈഹി അവൻ്റെ മേലിൽ ഞാൻ സലാം ചൊല്ലിയിട്ടല്ലാതെ അശ്റൻ 10 സലാം ചൊല്ലിയിട്ടല്ലാതെ. അപ്പോൾ നമ്മൾ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ ഒരു സലാം ചൊല്ലുമ്പോൾ അല്ലാഹു തആല അതിന് 10 ഇരട്ടി പ്രതിഫലം നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. റവാഹു ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു അന്നസാഇ എന്നവരും വദ്ദാരിമി എന്നവരും. വഅൻ ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അവർ പറഞ്ഞു ഖുൽതു ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി നിശ്ചയം ഞാൻ ഉക്സിറു ഞാൻ കൂടുതലാക്കുന്നു സ്വലാത്തിനെ സ്വലാത്തു ചൊല്ലലിനെ അലൈക്ക അങ്ങയുടെ മേലിൽ. ഫകം അജഅലു ലക ഞാൻ അങ്ങേക്ക് എത്രയാക്കും എൻ്റെ ദുആയിൽ നിന്ന്. സ്വലാത്ത് പറഞ്ഞാൽ ദുആ ആണല്ലോ, ഞാൻ എത്ര ചൊല്ലണ്ടേ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ ശിഅ്ത നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ. ഖുൽതു ഞാൻ പറഞ്ഞു അർറുബഅ 4/1 ഞാനാക്കാം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ ശിഅ്ത നീ ഉദ്ദേശിച്ചത്ര. ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക് നീ കൂടുതലാക്കിയാൽ അത് നിനക്ക് ഖൈറാണ്. ഖുൽതു ഞാൻ പറഞ്ഞു അന്നിസ്ഫ പകുതിയെ ഞാൻ അങ്ങേക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ആക്കാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ ശിഅ്ത ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക് നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ, കൂടുതലാക്കിയാൽ ഖൈർ. ഖുൽതു ഞാൻ പറഞ്ഞു ഫസ്സുലുസൈനി 3/2 ഭാഗം അതിനെ ഞാൻ ആക്കാം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ ശിഅ്ത നീ ഉദ്ദേശിച്ചത്ര ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക് കൂട്ടിയാൽ അത് ഖൈർ. ഖുൽതു ഞാൻ പറഞ്ഞു അജഅലു ലക സ്വലാത്തി കുല്ലഹാ അജഅലു ലക ഞാൻ അങ്ങേക്ക് ആക്കും സ്വലാത്തി എൻ്റെ ദുആഇനെ കുല്ലഹ അവ മുഴുവനത്തെയും അങ്ങേക്കുള്ള ദുആക്കും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇദൻ അന്നേരം അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന സന്ദർഭം തുക്ഫ ആ സ്വലാത്ത് മതിയാക്കപ്പെട്ടു ഹമ്മക്ക നിൻ്റെ ഹമ്മിനിക്ക് മനക്ലേശത്തിനിക്ക് ടെൻഷനിക്ക് ആ സ്വലാത്ത് മതിയാക്കപ്പെട്ടു. വയുകഫറു പൊറുക്കപ്പെട്ടു ലക നിനക്ക് ദംബുക നിൻ്റെ ദോഷങ്ങളെ പൊറുക്കപ്പെട്ടു. റവാഹു ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു തുർമുദിയുമാണ്. وعن فضالة بن عبيد رضي الله عنه قال بينما رسول الله صلى الله عليه وسلم قاعد നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ അന്നേരം ദഖല റജുലുൻ ഒരു റജുൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്നു. ഫസ്വല്ല പിന്നെ നിസ്കരിച്ചു. ഫഖാല അദ്ദേഹം പറഞ്ഞു അല്ലാഹുമ്മ ഗ്ഫിർ ലി വർഹംനി എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരക്ക് കഴിഞ്ഞ് പറഞ്ഞു അജിൽത അയ്യുഹൽ മുസല്ലി ഓ നിസ്കാരക്കാരാ നീ ധൃതി കാണിച്ചു. ഇദാ സ്വല്ലൈത നീ നിസ്കരിച്ചാൽ ഫഖഅത്ത ശേഷം ഇരിക്കുകയും ചെയ്താൽ ഫഅഹ്മിദില്ലാഹ അല്ലാഹുവിനെ നീ സ്തുതിച്ചോ ബിമാ ഒന്നുകൊണ്ട് ഒരു ലഫ്ള് കൊണ്ട് ഹുവ അല്ലാഹു ആകുന്നത് അഹ്ലുഹു ആ ഒന്നിനിക്ക് ആ ഒരു ലഫ്ളിനിക്ക് അർഹനാണ് അവകാശപ്പെട്ടവനാണ്. വസ്വല്ലി അലയ്യ എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലിക്കോ സുമ്മ ദുഊഹു പിന്നെ എനിക്ക് ദുആ ചെയ്തോളൂ. ഖാല ഫളാലത്ത് എന്നവർ പറഞ്ഞു സുമ്മ സ്വല്ലാ റജുലുൻ ആഖറ പിന്നെ മറ്റൊരു പുരുഷൻ നിസ്കരിച്ചു. ബഅദ ദാലിക ഈ മജ്ലിസിന് ശേഷം അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ആ പുരുഷന് പോയി പിന്നെ മറ്റൊരു സമയത്ത് വേറൊരു ആൾ നിസ്കരിച്ചു. ഹമിദല്ലാഹ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു. വസല്ല അല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി.
ഫഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹൽ മുസല്ലി, ഓ നിസ്കരിക്കുന്നവനെ, നിസ്കാരക്കാരാ, ഉദ്ഉ, നീ ദുആ ചെയ്തോ, തുജബ്, ഉത്തരം നൽകപ്പെടും. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു തുർമുദിയോ വറവ അബൂദാവൂദ് എന്നവർ റിവായത്ത് ചെയ്തിട്ടുണ്ട് ഹദീസിന്. നസായി എന്നവരും നഹ്വഹു, ഇത് പോലോത്തതിന്, അഥവാ ഇതിൻ്റെ മായനാക്കുള്ള ഇതേ മായനാണ് അതിലുള്ളത്. ലഫ്ദ് വ്യത്യാസം ഉണ്ടാവും, അതാണ് നഹ്വ് പറഞ്ഞാൽ. അപ്പോൾ മിഥിൽ എന്ന് പറയുമ്പോൾ ലഫ്ള് ഒരുപോലെ ആയിരിക്കും, മായനയും ഒരുപോലെ ആയിരിക്കും. وعن عبد الله بن مسعود رضي الله عنه قال കുന്തു, ഞാനായിരുന്നു, സ്വല്ലി, നിസ്കരിക്കുന്നവരായിരുന്നു, വന്നബിയോ, യാതൊരു നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടെ ഒരു ഖബർ കളയപ്പെട്ടിട്ടുണ്ട്, ഹാദിറുൻ അല്ലെങ്കിൽ ജാലിസുൻ, അതുപോലത്തെ എന്തെങ്കിലും അവിടെ സങ്കല്പിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജറാണ്, ആ നിലയിൽ ഞാൻ നിസ്കരിക്കാം, നബി തങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരും മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ട്. ഫലമ്മ ജലസ്തു, ഞാൻ ഇരുന്നപ്പോൾ, ബദഉതു, ഞാൻ തുടങ്ങി, ബിസ്സനാഇ അലല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മേലിൽ പുകഴ്ത്തൽ കൊണ്ട് ഞാൻ എന്താക്കി, തുടങ്ങി. സുമ്മ സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൽ കൊണ്ടും തുടങ്ങി. സുമ്മ ദഅഉതു, പിന്നെ ഞാൻ ദുആ ചെയ്തു, ലിനഫ്സി, എൻ്റെ നഫ്സിനിക്ക് വേണ്ടി ദുആ ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽ തുഅത്വ, സൽ തുഅത്വ, 2 വട്ടം പറഞ്ഞു. സൽ ചോദിച്ചോ, തുഅത്വ നൽകപ്പെടും. 2 വട്ടം പറഞ്ഞത് ഒന്ന് തഅക്കീദാക്കാൻ വേണ്ടിയാണ്, കൂടുതൽ കിട്ടും, നൽകും എന്നറിയിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ദുനിയാവിനും ചോദിച്ചോ ആഖിറത്തിനും ചോദിച്ചോ എന്നതിനും വേണ്ടിയാണ്. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു അത്തിർമിദിയു, തിർമിദി ഇമാം. തിർമിദി എന്നാണ് കാണുന്നത് കസറായിട്ട്, തുർമുദി എന്നും പറയുന്ന ആൾക്കാരുണ്ട്.